ഇപ്പോൾ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. കോൺഗ്രസിന്റെ പുതിയ നിയമസഭാ കക്ഷി യോഗം KPCC ഓഫീസിൽ ചേർന്നു. MLA-മാരായി തിരഞ്ഞെടുക്കപ്പെട്ട 63 പേരും പങ്കെടുത്തു. AICC നിയോഗിച്ച 2 ഒബ്സർവർമാരും AICCയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മിൽസിയും ഒബ്സർവർമാരെ അജയ് മക്കനും അതുപോലെ തന്നെ മുഗൾ വാസനിക്കും യോഗത്തിൽ സംബന്ധിച്ചു. ആ യോഗം ഐക്യകണ്ഠേന കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡറെ നിശ്ചയിക്കാൻ AICC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം പാസാക്കി. ആ പ്രമേയം KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അവതരിപ്പിച്ചു. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ പ്രമേയത്തെ പിന്താങ്ങി. ഐക്യകണ്ഠേന ആ പ്രമേയം പാസ്സായി. അത് AICCക്ക് നൽകിയിട്ടുണ്ട്. അതിനെ തുടർന്ന് AICCയുടെ 2 ഒബ്സർവർമാരും ജനറൽ സെക്രട്ടറിയും എല്ലാ MLA-മാരെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. അവർ ഇന്ന് വൈകുന്നേരം ഡൽഹിയിലേക്ക് മടങ്ങിപ്പോയി നാളെ ഹൈക്കമാൻഡിന് വിവരങ്ങൾ നൽകുന്നു. ഹൈക്കമാൻഡ് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ അറിയിക്കുന്നതാണ്. ഹൈക്കമാൻഡ് തീരുമാനം നമ്മൾ ഇറങ്ങുമല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.